ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി AH-64 അപ്പാച്ചി ഹെലികോപ്റ്ററുകളുമായി US-ൽ നിന്ന് പുറപ്പെട്ട ചരക്ക് വിമാനം പാതിവഴിയിൽ മടങ്ങി. വർഷങ്ങളുടെ കാലതാമസത്തിനൊടുവിൽ ഇന്ത്യയിലെത്തേണ്ടിയിരുന്ന അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ രണ്ടാമത്തെ ബാച്ചാണ് ലക്ഷ്യം കാണാതെ മടങ്ങിയത്. 2020-ലാണ് 6 അപ്പാച്ചെ AH-6E വിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ US-മായി $60 കോടി കരാർ ഒപ്പിട്ടത്. ഇതിൽ ആദ്യ ബാച്ച് 2024 മെയ് ജൂൺ മാസങ്ങളിലായി ഇന്ത്യയിലെത്തിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ കാരണം വിതരണം വൈകുകയും ഒടുവിൽ 2025 ജൂലൈയിൽ ആദ്യ ബാച്ച് ഇന്ത്യയിലെത്തുകയും ചെയ്തു. ഒക്ടോബർ 30-ന് ജർമ്മനിയിലെ ലീപ്സിംഗിലുള്ള ഓപ്പറേറ്റിംഗ് ബേസിൽ നിന്നാണ് 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വഹിച്ചുള്ള AN-124 ചരക്ക് വിമാനം US-ലേക്ക് പുറപ്പെട്ടത്. അരിസോണയിലെ മെസ ഗേറ്റ്വേ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന വിമാനം പിന്നീട് നവംബർ 1-നാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ അജ്ഞാത കാരണങ്ങളാൽ യാത്ര പാതി വഴിയെ അവസാനിപ്പിക്കുകയും ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. 8 ദിവസത്തോളം ചരക്ക് വിമാനം ബ്രിട്ടീഷ് വിമാനത്താവളത്തിൽ തങ്ങി. ശേഷം നവംബർ 8-ന് വിമാനം US-ലെ മെസ ഗേറ്റ്വേ വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. US-ലെത്തിയ ഉടനെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ചരക്ക് വിമാനത്തിൽ നിന്ന് പുറത്തിറക്കുകയും F-250 ട്രക്കുകൾ ഉപയോഗിച്ച് മാറ്റുകയും ചെയ്തു. ചരക്ക് നീക്കത്തിലെ പ്രശ്നങ്ങളാണ് യാത്ര തടസ്സപ്പെടുവാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതെങ്കിലും അതെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിലുള്ള ഹെലികോപ്റ്ററുകൾ വഹിച്ചുള്ള കാർഗോ വിമാനത്തിന് തുർക്കി വ്യോമാതിർത്തി തുറന്നുകൊടുത്തതാണ് വിമാനം മടങ്ങാൻ കാരണമെന്നാണ് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങളെന്നാണ് കരുതുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുമായുള്ള ശക്തമായ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിരുന്നു. ഇതിൽ പാകിസ്ഥാന് തുർക്കിയുടെ ആയുധ പിന്തുണ ലഭിച്ചിരുന്നു. ഇത് ഇന്ത്യയുടെയും തുർക്കിയുടെയും ബന്ധം വഷളാവുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. കരസേനയുടെ ഭാഗമായ ആർമി ഏവിയേഷൻ കോർപ്സിനു വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക ശേഷി വർദ്ധിപ്പിക്കണമെന്ന് സൈന്യം തീരുമാനിച്ചിരിക്കെ അപ്പാച്ചെയുടെ വരവ് ഒരു മുതൽക്കൂട്ടാണ്.